നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എവിടെ നിന്നാണെങ്കിലും അത് ചെയ്തു തരാണെന്ന് എനിക്ക് അറിയണം അങ്കിൾ. അപ്പോ ഈ കാര്യത്തില് നിനക്ക് സംശയമുണ്ടല്ലേ? അവള് സംശയിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ അങ്കിൾ. എന്റെ വീട്ടിൽ വന്ന് 5 ലക്ഷം രൂപ എടുത്തുകൊണ്ട് പോകാൻ അവൾക്ക് കഴിയുമെങ്കിൽ ഇതും അവൾക്ക് ചെയ്യാലോ. ഞാനിത് നേരിട്ട് എന്ന് അവളോട് ചോദിക്കാത്തത് അവളുടെ അച്ഛനും അവിടെ ബാക്കിയുള്ളവരൊക്കെ വിഷമിക്കരുതെന്ന് കരുതിയിട്ടാ. അവിടെ ചെന്ന് ദയയെ കൊണ്ട് സത്യം പറയിപ്പിക്കാനൊക്കെ എനിക്ക് കഴിയും. ദയക്ക് അത് അവൾ എടുത്തിട്ടുണ്ടെങ്കിൽ ശബരിയുടെ അടുത്ത് മറച്ചു വെക്കേണ്ട കാര്യമല്ലോ. ചിലപ്പോ നീ ഒന്ന് വിളിച്ചു ചോദിച്ചാൽ തന്നെ സത്യം നിന്നോട് പറയും. അവള് ശബരിയുടെ വീട്ടിൽ നിന്ന് 5 ലക്ഷം രൂപ എടുത്തുകൊണ്ട് പോയതും തന്റെ സ്വന്തം ഭർത്താവിന്റെ പണമാണെന്നുള്ള അധികാരത്തോടു കൂടിയാണല്ലോ. അതിന്റെ പേര് അധികാരം എന്നല്ല, അഹങ്കാരം എന്നാ. ഭർത്താവിന്റെ പണം എടുത്തുകൊണ്ട് പോകുമ്പോ അത് അയാളെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ? ഇല്ലെങ്കിൽ അത് മോഷണം തന്നെയാ. CI സാറ് ദയെ കേസിൽ നിന്ന് ഒഴിവാക്കിയത് എങ്ങനെയാന്ന് അങ്കിളിനും അറിയാവുന്നതല്ലേ. ദയ പണം എടുത്തുകൊണ്ട് പോയത് ദുബായിലുള്ള നിന്നെ വിളിച്ച് പറഞ്ഞിരുന്നെന്നും തിരക്കിനിടയിൽ നീ അത് വിട്ടുപോയതാണെന്നും ഒക്കെ എഴുതി കൊടുത്തോണ്ടല്ലേ? അതെ. എന്നിട്ടും ഇതിനകത്ത് ഇങ്ങനെ ഒരു കളി കളിച്ച കാര്യം ദയ എന്നെ അറിയിക്കാതിരിക്കുകയാണെങ്കിൽ അത് വലിയൊരു തെറ്റ് തന്നെയല്ല അങ്കിളെ. അപ്പോ 1 ലക്ഷം രൂപ മാറ്റിവെച്ചത് ദയ തന്നെയാണെന്ന് നീ ഉറപ്പിച്ചല്ലേ? ഇല്ല, അങ്ങനെയാണെങ്കിലെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. സത്യം എന്താണെന്ന് അങ്കിൾ അന്വേഷിച്ച് എനിക്ക് പറഞ്ഞു തരണം. ഞാനത് നമ്മുടെ രഘുവിനെ കൊണ്ട് ഒന്ന് അന്വേഷിപ്പിക്കാം. പക്ഷേ വേറൊരു ഓൾട്ടർനേറ്റീവ് കൂടി ശബരി കണ്ടെത്തണം. നീ പറഞ്ഞ പോലെ നിന്റെ വീട്ടിൽ നിന്ന് അത് നഷ്ടപ്പെടാനുള്ള സാധ്യത ഞാനും കാണുന്നുണ്ട്. അവിടെ ഉണ്ടല്ലോ 2.